നമുക്ക് രാത്രി വണ്ടി ഓടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചാണെങ്കിൽ ഈ ഓണം സംബന്ധിച്ച് പല ദൂരെ നിന്നും പല ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നാളെ സമയത്ത് രാത്രി 10 മണി കഴിഞ്ഞാൽ ഒരു വണ്ടി ഓട്ടോ ഓടാൻ ഒരു സ്റ്റാൻഡിൽ ഒരു മനുഷ്യൻ കാണത്തില്ല. നമസ്കാരം, 20 വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം ജില്ലയിലെ ആയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ രാത്രിയിൽ ഒരു ഓട്ടോ 2 യാത്രക്കാർ വിളിക്കുകയും ആ ഓട്ടോ വിജനമായ സ്ഥലത്ത് എത്തിയപ്പോൾ ആ ഓട്ടോ ഡ്രൈവറെ മർദ്ദിക്കുകയും ഓട്ടോറിക്ഷ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായപ്പോൾ വാളകം ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്ന ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം, ഒന്ന് കാണാം. അയാൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളിടത്ത് നമ്മൾ എങ്ങനെ പോകാൻ പറ്റും? എന്താണ് തന്നെയല്ല, നമ്മളെ ഡ്രൈവർമാരെന്ന് പറഞ്ഞാൽ നമ്മളെ ഉപദ്രവിക്കുന്നവരുമുണ്ട്. അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു പേടിയല്ലേ. നമ്മളങ്ങനെ ഓട്ടം പോകാനായാലും നമുക്ക് അത്യാവശ്യം വിളിച്ചാൽ പോലും നമുക്ക് ചിലപ്പോൾ പോകാൻ ഭയം വരും. സംഭവം നടന്നേ 7 മണിക്കായി തന്നെ 10 മണി ആയനൊക്കെ തന്നെ ഇങ്ങനെ സംഭവം 7 മണിക്കാണ്. 7 മണിക്ക്. അപ്പോൾ 7 മണി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് 9 മണിയായി അല്ലെങ്കിൽ 10 മണിയായി കഴിഞ്ഞാൽ എങ്ങനെ ജനങ്ങൾ പ്രതി ഒരാൾ ഒന്ന് ഓട്ടം വിളിക്കും? അങ്ങനെ വിശ്വസിച്ച് ഓടാൻ പറ്റും? ഇപ്പം ഞാനിപ്പോൾ എൻ്റെ കൂടെ ഒരാൾ, ഞാൻ ഒറ്റയ്ക്കായിരിക്കും ഓട്ടോ ഓടിക്കുന്നു പോകുന്നത്. ആ സമയത്ത് ആളില്ലാത്തടത്ത് കൊണ്ടുവന്ന് നമ്മൾ എന്തെങ്കിലും കൈകാര്യം ചെയ്യുമോ, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ പേടിച്ചൊരു ഓട്ടം പോകും? പിന്നെ പേടിയില്ല. ഇതൊക്കെ നമ്മളെ രാത്രി വിളിച്ചുകൊണ്ട് പോയി 10 മണിക്ക് കൊണ്ടുപോയി ഓർത്തങ്ങനെ കടിച്ചിട്ട് മുറിക്കാൻ പിന്നെ പോയില്ലേ, എന്ത് ചെയ്യാൻ പറ്റും? രാത്രിയിൽ 7 മണിക്ക് ശേഷം ഒരാൾ ഓട്ടം വിളിച്ചാൽ എത്തരത്തിലായിരിക്കും നിങ്ങളുടെ പ്രതികരണം? രാത്രിയില് ഓട്ടം വിളിക്കുവാണെങ്കിൽ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറുണ്ട്. പിന്നിപ്പം കഴിഞ്ഞ ദിവസം ആയൂര് നടന്ന സംഭവം അറിഞ്ഞു. അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു. അതെന്തായാലും കിട്ടിയത് വലിയ ഭാഗ്യം. അതൊക്കെയാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് അല്ലാതൊന്നും പറയാനില്ല. ഇനിയിപ്പോ ഓണങ്ങളായിട്ട് നമുക്കൊരു ഓട്ടോ വിളിച്ച് പോകുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുമോ? അതല്ല, നമുക്ക് ഇവിടെ വളർത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ നമുക്ക് ഇവിടെ ഉണ്ടായിട്ടില്ല. എന്നാലും ഈ മദ്യപിച്ചൊക്കെ പോകുന്നവര് ചിലപ്പോൾ നേരത്തെ ഇതായിരുന്നു, ഇപ്പം വലിയ പ്രശ്നങ്ങളില്ല. അല്ലാതെ വലിയ പ്രശ്നങ്ങൾ ഇപ്പൊ ഒന്നുമില്ല. പിന്നെ അപ്പം അങ്ങനെ ആകുമ്പോൾ ഓട്ടോറിക്ഷക്കാർക്ക് സ്വാഭാവികമായിട്ട് ഉപജീവന മാർഗം അല്ലെങ്കിൽ 11 മണി വരെ 10 മണി വരെ കിടന്ന് ഓടാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇതിപ്പോ പല നമ്മുടെ വാളകം ബേസിൽ അങ്ങനെ ഒരു സംഭവങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാലും തൊട്ടടുത്ത് നടന്നപ്പോൾ അങ്ങനെ ഒരു പേടിയുണ്ട്. കാര്യം നമ്മളൊക്കെ ഇത് ഓട്ടോറിക്ഷ പോവാണ്, പുറകെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകെ ഇരിക്കുന്നവർക്ക് നമ്മളെ ആക്രമിക്കണം എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള കാര്യത്തിൽ അത് നമ്മൾ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. നല്ലൊരു സാഹചര്യമാണ്. എന്തായാലും നമ്മുടെ പാവപ്പെട്ടവന്റെ ഒരു ഉപജീവന മാർഗമാണല്ലോ ഓട്ടോറിക്ഷ എന്ന് പറയുന്നത്. ഈ പാവപ്പെട്ട ഓട്ടോക്കാരാണ് ഏതിനു മുന്നിൽ നിൽക്കുന്നത്. തീർച്ചയായിട്ടും, അതെ അതെ അതെ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും പിടിക്കാൻ കഴിഞ്ഞതിൽ വലിയ കാര്യം. അവരെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കണമെന്ന് അതൊക്കെയാണ് അഭിപ്രായം. ഞാൻ 7 മണി വരെയൊക്കെ ഓടത്തുള്ളൂ ഈ ഒരു പ്രശ്നം കാരണം. അപ്പൊ നേരത്തെയൊക്കെ ഇതുപോലെ കള്ളു കുടിച്ചിട്ടൊക്കെ ആൾക്കാർ വിളിച്ചോണ്ട് പോയിട്ട് വണ്ടി അങ്ങോട്ട് എടുക്കണം ഇങ്ങോട്ട് എടുക്കണം പറഞ്ഞാൽ എന്താണ് അനുസരിക്കാതെ എന്നൊക്കെ ചോദിച്ച് പ്രശ്നങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു 7 മണിയാകുമ്പം സാധനങ്ങളൊക്കെ മേടിച്ച് 7:30 വീട്ടിൽ കയറപ്പോ അത്ര നേരത്തെ ഞാൻ ഓടത്തുള്ളൂ. നമ്മൾ രാത്രി 10 മണി വരെ ഞാൻ ഓടത്തില്ല. നമുക്ക് ഈ CC ഒക്കെ കൊടുത്തിട്ട് വാഹനം മേടിച്ചിട്ട് നമുക്കൊരു ഓടി കുടുംബം പുലർത്താൻ വേണ്ടിയാണ് നമ്മൾ ഓടുന്നത്. അപ്പൊ എന്താണ് നമുക്കൊരു ആവശ്യം? എന്താണ് എന്തോ ചെയ്യാൻ പറ്റും? ഇതിപ്പം മറ്റേ വണ്ടി കിട്ടിയില്ലേ? അത് വണ്ടി കിട്ടി, പക്ഷെ അത് ഇറക്കണമെങ്കിൽ കോടതി വഴി ഇറക്കാൻ പറ്റും. അതും കാലതാമസമാണ്. പക്ഷെ ഇങ്ങനൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഓണകാലമാണ്. നമുക്ക് എന്താണ് സുരക്ഷയ്ക്ക് ആവശ്യം? എന്താണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വല്ല നടപടികൾ നമുക്ക് ഉണ്ടാവണോ? പോലീസിന്റെ ഭാഗത്ത് പോലീസായാലും എന്ത് ചെയ്യാൻ ഇതുപോലെ അതിന് പറ്റി കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി കെട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. പോലീസുകാരിപ്പം പരാതി കൊടുക്കാൻ എന്ത് ചെയ്യാൻ പറ്റും പോലീസുകാരോട്? ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇവിടെ ആട്ടോ ഇവിടെ കിടക്കുന്നവർക്ക് നല്ല ആരോഗ്യവും നല്ല തടിപാടുമുള്ള ആൾക്കാരാണ് രാത്രി കിടന്ന് ഓടുന്നത്. അല്ല, ഇതുവരെ ഒന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഏതൊരു സാഹചര്യത്തിലും ഓട്ടോക്കാരാണ് മുന്നിലുള്ളത്. ഓട്ടോക്കാർ മുന്നിലുണ്ട്. ഏത് കാര്യത്തിനും എന്തൊരു പ്രശ്നത്തിനും വാളത്തെ ഓട്ടോക്കാർ മുന്നിലുണ്ട്. മുന്നിലുണ്ട്. എനിക്ക് പേടിയൊന്നുമില്ല. പേടിയില്ല. ഓടി പോകുന്നതിന് പേടിയില്ല. അങ്ങനെ മോട്ടിച്ചതിന് പോകുന്നതിനാണ് കൊടുക്കാനും ധൈര്യമുണ്ട്.